ഹായ്, ജേർണി ഓഫ് സിസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ മലപ്പുറത്താണ്. അപ്പോൾ ഒന്ന് എടവണ്ണ വരെ പോവാണ്, ഒന്ന് ജസ്റ്റ് ചായ കുടിക്കാൻ. അപ്പോൾ ആ ഒരു കുട്ടി വ്ളോഗ് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോയാണെന്ന്. ഞാനും ശ്യാമും ചേച്ചിയും കൂടെ പോണേ. ചേച്ചി എവിടെ? കൊച്ചിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തുട്ടോ. ഇത് ഞങ്ങളുടെ തിരുവാലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് പോണ വഴിയാട്ടോ. നല്ല അടിപൊളി, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത്. ചേച്ചിക്ക് ഒരു റിലാക്സേഷനും കൂടെ വേണ്ടിയിട്ടാണ് ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴും കുഞ്ഞാവയുടെ കൂടെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ ചേച്ചി? അടുത്ത മാസം പോകൂലേ? ഏപ്രിൽ ഇപ്പൊ ചേച്ചി പോകട്ടോ. അന്ന് ഞങ്ങളും പോകും. ഹസൻ ശാമേ ഞങ്ങോട്ടും ഉണ്ടാവും വ്ളോഗുകൾ. ഞങ്ങളെത്തി. ഇതാണ് ആ സ്ഥലം. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ അപ്പൂപ്പന്മാരാം ഇത് കുറേ പേര് ഇങ്ങനെ ഇരിക്കണുണ്ടാവും കേട്ടോ. അതാണ് ചായക്കട, ഒരു ചായക്കട. പിന്നെ അവിടെ ഉണ്ട് ഒരു ചായക്കട. എവിടെ പോണം? ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോന്നു. അവിടെ കാടമുട്ടയില്ല, അവിടെയാണ് കാടമുട്ട ഫ്രൈ ഒക്കെ കിട്ടും. നല്ല ടേസ്റ്റാ. ചായ നല്ല പാകത്തിനുള്ള ചായ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പോവല്ലേ. കുഞ്ഞാവുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവാണ്. വയനാട് ഉരുൾപൊട്ടലില് ബോഡിയൊക്കെ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറേ ബോഡിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേര്. ഇറങ്ങി അടുത്തത് ഞങ്ങക്ക് ചക്കര ജിലേബി വാങ്ങിക്കണം. വന്ന വഴി കണ്ടു, അപ്പൊ അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അത് കഴിക്കണം. അത് വാങ്ങിക്കണം, വാങ്ങിച്ച് കൊണ്ടുപോയി കഴിക്കാം. പിന്നെ ചിക്കൻ മേടിക്കണം. കോഴി ഇന്ന് ശ്യാമിന് കളിക്ക് പോണം. നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ വിചാരിച്ചു. അപ്പൊ നൂൽ പൊറോട്ടയോ നൂൽപുട്ട് എന്നല്ലേ പറഞ്ഞേ? നൂൽ പൊറോട്ട എന്ന് വെച്ചാൽ എന്താ? അതെനിക്കറിയില്ല കേട്ടോ. എന്തോ ഞാൻ സാധാ പൊറോട്ട എന്നൊക്കെ പറയാം. എനിക്കറിയില്ല നൂൽ പൊറോട്ട എന്താന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം വീട്ടിലെത്താൻ വേണ്ടി. അങ്ങനെ നമുക്ക് ചൂടോട് കൂടിയിട്ടുള്ള ചക്കര ജിലേബി ആട്ടോ അവരുണ്ടാക്കി തരണത് അവിടെ. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ചായയൊക്കെ കുടിച്ചു, ജിലേബിയൊക്കെ മേടിച്ചു. ശ്യാമ ചിക്കൻ മേടിക്കാൻ ഇറങ്ങിയേക്കാണ്. അങ്ങനെ ചിക്കനും വാങ്ങിക്കഴിഞ്ഞാൽ നൂൽ പൊറോട്ട വാങ്ങിക്കണ്ടോ? ചിലപ്പോൾ ഞങ്ങൾ നൂൽ പൊറോട്ട മേടിക്കാൻ പോകും, അല്ലെങ്കിൽ അത് അച്ഛൻ മേടിക്കും. എന്താണ് ഈ നൂൽ പൊറോട്ട എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സാധാ പൊറോട്ടയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൂ. നൂൽ പൊറോട്ട ഇപ്പം കേട്ടതാ. പൊറോട്ട മേടിക്കാൻ എത്തിയതാണ്. ഉണ്ടോ ഉണ്ടോ? ഉണ്ടാക്കണം ഗൈസ്. പൊട്ട ചേച്ചിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ പിന്നെ ലേഡീസ് ഷോപ്പ് കണ്ട ഇങ്ങനെ കയറണ ആൾക്കാരാണ് കണ്ട. അവിടെ ഒരു ഡ്രസ് ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് അറിയുന്ന മറ്റേ കട പോലെ കയറിയില്ലെങ്കിൽ മോശമല്ലേന്ന് വാ കയറാന്ന്. അങ്ങനെ ഗൈസ് ആ കടയിലൊക്കെ കയറി അരിച്ച് പെറുക്കി ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് അലറച്ചുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി കേട്ടോ. ഗൈസ് ഞങ്ങൾ ആ കടയിൽ അരിച്ച് പെറുക്കണ സമയം കൊണ്ട് നൂൽ പൊറോട്ടയൊക്കെ മേടിച്ച് ശ്യാം തിരിച്ചെത്തി. ഞങ്ങൾ പോവാണ് വീട്ടിലേക്ക്. ഗൈസ് ഞങ്ങൾ വീട്ടിലിപ്പോൾ തിരിച്ചെത്തും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. വീഡിയോ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.